ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞവരെ, മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശനമായി പറഞ്ഞ ഒരു കാര്യം, ഭൗതികമായ അറിവുകൾ അവർക്കുണ്ട്, പക്ഷേ പാരത്രിക കാര്യങ്ങളിൽ അവർ അശ്രദ്ധരാണ് എന്ന വാക്കാൻ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ വാക്കിനെ വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ടവരും സ്വീകരിക്കേണ്ടവരുമാണ് നമ്മൾ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. സൂറ റൂമിൻ്റെ വാക്കാൻ, സൂറ റൂമിലെ 3-4 ആയത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭൗതികമായ ഒരുപാട് അറിവ് നമുക്ക് നമ്മുടെ നാടുകളിൽ തന്നെ നമുക്കിടയിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാം. വലിയ ഭൗതികമായ അറിവും ഭൗതികമായ സൗകര്യങ്ങളും ഭൗതികമായ പല മികവുകളും സൂത്രങ്ങളും ഉപയോഗിച്ച് ദുനിയാവിനെ നേടിയെടുത്ത ആളുകളെ കാണാം. എല്ലാ സൗകര്യങ്ങളും ജീവിക്കുന്ന ആളുകളെ കാണാം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പാരത്രിക വിജയം നേടിയെടുക്കാനുള്ള സൂത്രങ്ങളിൽ അവർ ദുർബലരാണ്, അവർ പിന്നിലാണ്. പരലോക വിജയത്തെ നേടിയെടുക്കുന്നതിൽ അവർ അശ്രദ്ധരാൻ. വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിമർശിച്ചെങ്കിൽ മുസ്ലിമീങ്ങൾ എത്ര ഗൗരവത്തിൽ വാചകത്തെ കേൾക്കണം. ഭൗതികമായ എല്ലാ നിലക്കും സൗകര്യങ്ങൾ നേടാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു, അതിനുള്ള ട്രിക്കുകൾ ഉപയോഗിക്കുന്നു, അതിനുള്ള മികവുകളും സൂത്രങ്ങളും പ്രയോഗിക്കുന്നു. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലൊരു സംഭവം പറഞ്ഞത് വളരെ അത്ഭുതമാണ്. അദ്ദേഹം പറയുന്നു, മക്കയിലെ ചില ആളുകളെ എനിക്കറിയാമായിരുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അവർ യൂളൗ അലാ ളഫരിഹി ദിർഹമ, അവരുടെ കൈയിലെ നഖത്തിൻ്റെ മുകളിൽ ഒരു ദിർഹമ് വച്ചാൽ ഫയുഖ്ബിറുക അൻ വസ്നിഹി, അയാൾ നിനക്ക് ആ ദിർഹമിൻ്റെ ഘനം എത്രയാണെന്ന് നിനക്ക് പറഞ്ഞു തരുന്നു. അത്രക്കും അറിവുള്ളവരുണ്ട്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, വലാകിൻ ലാ യുഹ്സിനു കൈഫ യുസല്ലി അലാകിൻ ലാ യുഹ്സിനു സ്വലാത്തഹു, പക്ഷേ അയാൾക്ക് എങ്ങനെ മര്യാദക്ക് നല്ലൊരു നിസ്കാരം നിർവഹിക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല, നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയില്ല, മറ്റുള്ള ആരാധനകളെ സംബന്ധിച്ച് അറിയില്ല, മര്യാദക്കൊന്ന് ഖുർആൻ ഓതാൻ അറിയില്ല, അല്ലെങ്കിൽ ഖുർആനിൻ്റെ മറ്റ് നിയമങ്ങളെ പഠിക്കാൻ ശ്രമമില്ല. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധനാണെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, റബ്ബ് വിമർശിച്ച കൂട്ടത്തിലാണെങ്കിൽ എത്ര ഗൗരവമാണ്. നമ്മുടെ ആയുസ്സും സമ്പാദ്യങ്ങളും നമ്മുടെ സൗകര്യങ്ങളും പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിനെ പഠിക്കാനും അതിനെ നേടിയെടുക്കാനുമുള്ള ശ്രമങ്ങളിലാക്കുക. അള്ളാഹു അത്തരത്തിൽ ബുദ്ധിശാലികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.